കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചിട്ട് മഹാനായ സയ്യിദുന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചിട്ട് നിങ്ങൾക്കെന്നെ അറിയുമോ? ഞാൻ അന ജുന്ദുബ് ഇബ്നു ജുനാദത്തുൽ ഗിഫാരി, ഞാൻ മദീനയിൽ നിന്ന് വരുന്ന ഗിഫാർ ഗോത്രക്കാരനായ ജുന്ദുബ് എന്നയാളാണ്, അഥവാ അബൂദറുൽ ഗിഫാരിയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചിട്ട് ഇങ്ങനെ അബൂദറുൽ ഗിഫാരി ഒരു പ്രസംഗം നടത്തുകയാണ്. ആ പ്രസംഗത്തിലുണ്ട്, നിങ്ങൾ ഒരുക്കി വെക്കേണ്ട സാധനങ്ങൾ ഖബറിലെ ഇരുട്ടിന് പകരമായിട്ട് ഇരുൾമുട്ടിയ രാത്രിയിൽ ഒരു 2 റക്അത്ത് നിസ്കരിച്ചോളുണ്ടു, അത് നിങ്ങൾക്ക് ഖബറിൽ തുണയാകുമെന്ന് മഹാനായ സയ്യിദുന അബൂദറുൽ ഗിഫാരി മക്കക്കാരോട് പറയാ പ്രഭാഷണം. അതുപോലെ കത്തിയാടുന്ന മഹ്ശറിൽ സൂര്യൻ ഒരു ചാൺ മുകളിലിങ്ങനെ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ, വിയർപ്പിങ്ങിലിങ്ങനെ മുങ്ങിക്കുളിച്ച് ചുട്ടുപടുത്ത തറയിൽ നിൽക്കുമ്പോൾ കഠിനമായ ചൂടുള്ള ഒരു ദിവസത്തെ നോമ്പ് മതി നിങ്ങൾക്ക് നാളെ മഹ്ശറിൽ രക്ഷപ്പെടാനെന്ന് സയ്യിദുന അബൂദറുൽ ഗിഫാരി കഅബ തൊട്ടിട്ട് ഇങ്ങനെ മക്കക്കാരോട് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു നമ്മുടെ നോമ്പ് അவ்விധം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നാളെ കത്തിയാളുന്ന മഹ്ശറിലേക്ക് എരിപൊരി കൊള്ളുന്ന ആരാരുമില്ലാത്ത, ആരും തണലില്ലാത്ത, തുണയില്ലാത്ത, ആരും സഹായത്തിനില്ലാത്ത, എല്ലാവരും ഓടിമറയുന്ന, ഓടിയൊളിക്കുന്ന, ഒറ്റപ്പെടുന്ന മഹ്ശറിലേക്ക് ഈ ഒരു ദിവസത്തെ നോമ്പ് മതി രക്ഷപ്പെടാൻ. കഠിനമായ ഈ ചൂടിൽ നോക്കുന്ന നോമ്പുകൾ അള്ളാഹുവെ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല വഴികളാണ്. ആത്മീയമായിട്ട് നമ്മുടെ ഖൽബിനെ നന്നാക്കിയെടുക്കാൻ പറ്റുന്ന, മനസ്സിനെ നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഒരാത്മീയമായ ഭാവം ഒരു മനുഷ്യരിലുണ്ടാവുക. അതൊരു വലിയ സന്തോഷമാണ്, ഒരു വലിയ ആനന്ദമാണ്, അതൊരു രസമാണ്, അതൊരു ഹലാവയാണ്. അല്ലാഹ് ബില്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനും മില്ലത്തും ശരീഅത്തും ഇത് നമ്മുടെ ഏറ്റവും വലിയ ആനന്ദമായിട്ട്, ഒരു ഹലാവയായിട്ട്, ഒരു മധുരായിട്ട് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക.